വെൽക്കം ടു രാജീസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിന്ന് കുക്കറിൽ ഒരു അടിപൊളി ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞളും നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3 തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ഇത്ര സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ കറിക്ക് വേണ്ടത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ഉടനെ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പം പെരിഞ്ജീരകവും പട്ടയെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വിടണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. ഇപ്പം നമുക്ക് സവാളയുടെ കൂടെ തന്നെ പച്ചമുളക് എടുത്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. എന്നാൽ കറിവേപ്പില അതുപോലെ തന്നെ ഇടുവാണ് കേട്ടോ. ചെറിയ കറിവേപ്പില തണ്ടാണ്, നമ്മുടെ വീട്ടിൽ ഉണ്ടായതാണ്. അത് അതുപോലെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് നമുക്ക് ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്നത് വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. 3 നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ട് വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി ഉള്ളി എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മസാലപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവ് കുറവാണ്, നല്ല കളർ ഉണ്ടാകും. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ ഗരം മസാല ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പട്ട പെരിഞ്ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം കണ്ടോ, മസാല എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരുന്നിട്ട് ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൽ 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കാം നമുക്ക്. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്ന വരയ്ക്കും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ, നല്ലതായിട്ട് വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. കണ്ടോ, തുറക്കുമ്പോഴേ നല്ല സൂപ്പറായിട്ട് മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി കറിയാണ്. അധികം എരിവൊന്നുമില്ല. കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളറുണ്ട്. എരിവൊക്കെ കുറച്ചിട്ട് നല്ല പാകത്തിനായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ, കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പത്തിനും ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല കറിയാണ് കേട്ടോ. തേങ്ങ വേണമെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാം കേട്ടോ. ഇതിൽ ഞാൻ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ല. അപ്പം നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്